എലിന്റെ പ്രശ്നമുണ്ട്. ആ എലിയുണ്ട്. ചേട്ടാ അതിനാ അങ്ങനെ തന്നെ ഇടാവോ? പേടിക്കരുത്. ഞാൻ പേടിച്ചിട്ടേ ഇല്ല. ഇതൊക്കെ ചെയ്തത് ഡാഡിയാണോ? പിന്നല്ലാതെ. ഇതിനകത്ത് ചെറിയ മീനുകളൊക്കെ ഉണ്ടല്ലോ. മീനുകളൊക്കെ പുറത്തുനിന്ന് മേടിച്ചത് വർഷങ്ങളായിട്ടുള്ളതാണിത്. നവീൻ ചേട്ടന്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ പിന്നല്ലാണ്ട് നീന്തി കളിച്ചു. ചെറുപ്പത്തില് അതെ അതെ ഞാനെല്ലാം വിശ്വസിച്ചു. 20 വർഷം മുമ്പ് ഇത് നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ കുറെ ഹോൾസ് ഇട്ട് വെച്ചത്. ഇത് നമ്മളൊരു വെറൈറ്റി ആയിട്ട് കാണിക്കാൻ വേണ്ടി ഹോൾസ് നിങ്ങൾ ഇട്ട് വെച്ചതാണോ? ഞങ്ങൾ ചെയ്തതാണത്. ദൈവമേ, നിങ്ങൾ വാങ്ങി ഇത് വെച്ചതാ? നമ്മൾ ഇല്ല, ഈ ചെടിയായിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ ലവ് ബേർഡ്സ് ഒക്കെ. ലവ് ബേർഡ്സ് ഇതെവിടെ? ലവ് ബേർഡ്സ് ആണ് ഇത്. അല്ല അല്ലേ, ലവ് ബേർഡ്സ് അല്ല. എന്റെ ദൈവമേ, നല്ല ആങ്കർ. ലവ് ബേർഡ്സ് അല്ല ഇത്. ഈ മുളകെന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ഇതാണ്. അതിന് എരിവില്ല. എരിവില്ല ഇല്ല. കടിച്ചെന്നോ? ഇല്ല. എന്തെങ്കിലും ഉണ്ടെന്ന് അറിയോ? കടിച്ചടിച്ചെന്നോ? ഉണ്ടല്ലേ? ഇതാ മുളക്. നല്ല എരിവാണ്. ഇത് നല്ല വെള്ളം. ഈ വെള്ളം എടുത്ത് കുടിക്കല്ലേ? എരിവെന്ന് പറഞ്ഞ ഈ വെള്ളം എടുത്ത് കുടിക്കല്ലേ? എറണാകുളം ടൗണിൽ തന്നെ ഇത്രയും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഭയങ്കര ഒരു ഗ്രീനറി ക്രിയേറ്റ് ചെയ്യുന്ന. ഞാൻ പൊതുവെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് മെയിനായിട്ട് അതിന്റെ. പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്തതല്ല, ഇത് ഫാദർ ചെയ്തതാണ്. നമുക്കൊരു മാമ്പഴം കഴിക്കാം. ഇവിടെ ഉണ്ടായ ഒരു സ്പെഷ്യൽ മാങ്ങയാണ് ഇത്. കടിച്ചു കാണിച്ചു കൊടുക്ക്. അമർത്തി കടിക്കണോ? അത് കടിച്ചോ? മനസ്സിലായി. എന്താണ് ഇത്? കല്ല. കടി, അമർത്തി കടി. വെപ്പോലെ ഇളകല്ലേ? നല്ല ടേസ്റ്റ്. നിങ്ങൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. ഇവിടെ വേണ്ട, എല്ലാരും ഒന്നും വന്ന് ട്രൈ ചെയ്യണ്ട. ആകെ 2-3 മാങ്ങയുണ്ട്. ഇത് ഏതാ പൂവ്? ഇതിന്റെ പേര് എന്ന് പറയുന്നത് എന്താ പറഞ്ഞ, വയലറ്റ് ഫ്ലവർ എന്ന് പറയും അല്ലേ ഇതിനാ? ഇതിട്ടിട്ട് ചായ തിളപ്പിക്കണ നല്ലതാ. പിന്നെ ഭയങ്കര നല്ലതാ. എന്താ പറയണ്ട, എനർജിക്ക് ഞാൻ പോണതിന് മുമ്പ് ഞാൻ തരാം. ചായ തിളപ്പിച്ച് തരാറിട്ടുണ്ട്. പാമ്പ് വരാറുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ഉണ്ട്. പാമ്പ് വരുമ്പോ പിന്നെ വരാൻ പറയും. അടുത്ത ദിവസം പാന്ന് പറയും. ദൈവമേ, എനിക്കൊരു പാരയാവും. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹായ് ഓൾ, ലൈഫ് നെറ്റ് ടിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത, ഏഷ്യനെറ്റ്, മഴവിൽ മനോരമ എന്നിങ്ങനെ എല്ലാ ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്ന നവീൻ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? നവീൻ ചേട്ടൻ എന്തൊക്കെയാണ് വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ റെഡിയല്ലേ? വാ നമുക്ക് പോവാം. ഹലോ നവീൻ ചേട്ടാ. ഇതാര്? നമസ്കാരം. എവിടെയായിരുന്നു? കണ്ടില്ലല്ലോ. ഞങ്ങൾ വന്നോണ്ടിരിക്കുകയായിരുന്നു, ചെറുതായിട്ടൊന്ന് വഴിതെറ്റിപ്പോയി. ഇവിടെ വഴി തെറ്റാൻ അത്ര വളമൊന്നുമില്ല. എന്നാലും ചെറുതായിട്ട് എവിടെയോ ലേറ്റ് ആയി, എന്നിട്ട് വഴി തെറ്റി എന്ന് കള്ളത്തരം പറയണം അല്ലേ? കൊള്ളാം. പിന്നെന്താ വിശേഷങ്ങള്? നല്ല വിശേഷം. നവീൻ ചേട്ടന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നതല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം, വിശേഷങ്ങൾ തുടങ്ങാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു മീനെ കണ്ടായിരുന്നു, അതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമുക്ക് ആദ്യം പോകേണ്ടത്. അവിടെ ഉള്ളത് ഒരു കുഞ്ഞു മീനല്ലേ? വളരെ ചെറുതായി പോയി. വാ, ഈ ഇത്രയും കുഞ്ഞു മീൻ ആദ്യമായിട്ട് കാണണ? അതെ, ഞാൻ ആദ്യമായിട്ടാണ്. ഇത് വളരെ എന്താ പറയുന്ന ചുരുക്കം ഉള്ള ഒരു ബ്രീഡാണിത്. ഈ മീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ വാങ്ങിയതാണോ? ഇങ്ങനെ തന്നെ. ഇത് ഇത്ര ഈ ഒരു കൈയുടെ വലിപ്പത്തിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വന്ന് നമ്മുടെ ഭക്ഷണം കൊടുത്ത് പ്രോട്ടീൻ ഫുഡൊക്കെ കൊടുത്ത് ഇങ്ങനെ ആയതാണ്. എല്ലായിടത്തും പ്രോട്ടീൻ തന്നെ. പിന്നല്ലാണ്ട്. എങ്ങനെയുണ്ട് മീൻ? എങ്ങനെയുണ്ട്? അടിപൊളി മീൻ. ഈ മീനിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ മീൻ നമ്മള് ഇത് തുറന്നിട്ട് വിരലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടിക്കില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കഴിഞ്ഞ ദിവസം ഒരാളുടെ കൈ വിരൽ കടിച്ചോണ്ട് പോയുള്ളു. നമുക്ക് ട്രൈ ചെയ്ത് നോക്കി. ഇവിടെ ലവ് ബേർഡ്സ് ഒക്കെ. ലവ് ബേർഡ്സ് ഇതെവിടെ? ലവ് ബേർഡ്സ് ആണ് ഇത്. എന്റെ ദൈവമേ, നല്ല ആങ്കർ. ലവ് ബേർഡ്സ് അല്ല ഇത്. കൊക്കോട്ടയിൽ എന്ന് പറഞ്ഞുള്ള കിളിയാണ്. ഇത് ആദ്യം കൊണ്ടുവന്നപ്പോ കുറച്ചുണ്ടായിരുന്നുള്ളു. പക്ഷെ ഇത് ഇവിടെ ഇങ്ങനെ മുട്ടയിട്ട് ഒരുപാടായി. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കിളിയാണെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഇതിന്റെ കൃത്യമായിട്ട് അറിയണമെന്നുണ്ട് സത്യമായിട്ട്. ഈ കിളിയുടെ മീനിന്റെ ഇത് ഞാനല്ല. എനിക്ക് അതിനകത്ത് യാതൊരു പങ്കില്ല. വരുന്നു, നോക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു എന്നല്ലാതെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ അപ്പൻ്റെ അടുത്ത് എറണാകുളം ടൗണിൽ തന്നെ ഇത്രയും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഭയങ്കര ഒരു ഗ്രീനറി ക്രിയേറ്റ് ചെയ്യുന്ന. ഞാൻ പൊതുവെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് മെയിനായിട്ട്. അതിന്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. കാര്യം എന്താ പറയാ, ഈ നമുക്കെപ്പോഴും നമ്മളൊരു ഹോബിയാണ് ഈ പറഞ്ഞ കിളികള്, മീൻ,
ചെടികൾ, ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതൊന്നും ഞാൻ ചെയ്തതല്ല, ഇത് ഫാദർ ചെയ്തതാണ്. ഫാദറിന്റെ ആ ഒരു ഫാദറിന്റെ ആ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഇതല്ല കംപ്ലീറ്റ്. വരൂ, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കേണ്ട അകത്തോട്ട് വരും. കണ്ടാ പറയില്ല കേട്ടോ, ഇത്രയും പ്രകൃതിയായിട്ട് ചേർന്ന് ജീവിക്കുന്ന ഒരു മസിൽമാൻ ആണ്. അത് പിന്നെ അങ്ങനെ വേണമല്ല. അതെ, ഞാനല്ല, ഇതിന്റെ ഫുൾ ക്രിയേറ്റിവിറ്റി ഫുള്ള് നോക്കി നടത്തുന്ന ആളാണ്. ഫാദറാണ്. പേരെന്താ? തോമസ് അറക്കൽ. അതെ അതെ അതെ, അറക്കൽ ഫാമിലി. അപ്പൊ ഡാഡിയുടെ ക്രിയേറ്റിവിറ്റി ഇതൊക്കെ ഡാഡി ചെയ്തതാണ്. ഈ ചെറിയ ഫൗണ്ടൻ കണ്ട, എന്താ ഇതൊക്കെ ചെയ്തത് ഡാഡിയാണോ? പിന്നല്ലാതെ. ഇതിനകത്ത് ചെറിയ മീനുകളൊക്കെ ഉണ്ടല്ലോ. മീനുകളൊക്കെ പുറത്തുനിന്ന് മേടിച്ചത് വർഷങ്ങളായിട്ടുള്ളതാണിത്. എത്ര വർഷമായി? ഏകദേശം ഒരു 10-50 വർഷമായിട്ടുള്ള ഉള്ളതാണ് ഇത്. 10 കൊല്ലമായിട്ടുള്ള വീടാണ്. ഈ വീട്ടിലേക്ക് മാറിയിട്ട് 10 കൊല്ലമായോ? വീട്ടിലോട്ട് മാറിയിട്ട് 10-20 വർഷമായി. 20 വർഷമായി. അതിനുശേഷം വെച്ചതാണ് അല്ലേ? അതിനുശേഷമല്ല, അതിനുശേഷമാണ്. ഈ വീട്ടിൽ വന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഡാഡിയുടെ ക്രിയേറ്റിവിറ്റിയിൽ ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഫൗണ്ടൻ പോലെ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ചേട്ടന്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ പിന്നല്ലാണ്ട് എന്തുമാത്രം എവിടാ, പിന്നല്ലാണ്ട് നീ ചെറുപ്പത്തിലെ 10-20 വർഷം മുമ്പ് ഇത് ഫാദർ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ വീടൊക്കെ ഹാൻഡ് മെയ്ഡ് ആണോ? പിന്നല്ലാതെ. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഐഡിയാസിൽ ഒരുപാടുണ്ട്. ഐഡിയാസ് ഉണ്ട്, ഒരു തുടക്കം മാത്രം. അകത്ത് ഇനിയും കാണാനുണ്ട്. ഈ പ്ലാന്റ് ഭയങ്കര വ്യത്യസ്തതയുള്ള ഒരു പ്ലാന്റ് ആണല്ലോ, ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇത് നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ കുറെ ഹോൾസ് ഇട്ട് വെച്ചത്. ഇത് നമ്മളൊരു വെറൈറ്റി ആയിട്ട് കാണിക്കാൻ വേണ്ടി ഹോൾസ് നിങ്ങൾ ഇട്ട് വെച്ചതാണോ? ഞങ്ങൾ ചെയ്തതാണ് അത്. ദൈവമേ, ഇത് അങ്ങനത്തെ ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. ഇല്ലില്ല, ഇത് ഇങ്ങനെ വരുന്ന ചെടിയാണിത്. ഇങ്ങനെ വരുന്ന ഇത് നമ്മള് ഇല്ല, ഈ ചെടിയായിട്ട് ഇങ്ങോട്ട് വന്നു. അല്ല, നിങ്ങൾ ഇങ്ങനെ വാങ്ങി വെച്ചതാണോ? ഇത് ചെറിയൊരു ചെടിയായിരുന്നു. ഇത് നമ്മളിവിടെ ഞാൻ പറഞ്ഞു 20 വർഷമായിട്ട് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് ഇങ്ങനെ ആയി. ബാക്കിയുള്ള വീട്ടുകാരെ പിന്നെ തീർച്ചയായിട്ടും എന്താണ് ചേട്ടാ. ഇത് അമ്മ, വൈഫ്, മകൻ, ഒരു മോളും കൂടെ ഉണ്ട്. മോള് വന്നിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ എത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് എൻ്റെ കുടുംബം. അമ്മയുടെ പേര് സോഫിയ. പിന്നെ എനിക്കൊരു ബ്രദറുണ്ട്. ബ്രദർ UK-യിലാണ്, മാരീഡാണ്. ബ്രദറും വൈഫും UK-യിലാണ്. അതെ, ഇതൊക്കെ കാണും. മീൻ കണ്ട അവിടെ കണ്ണു തള്ളി ഇരിക്കണേ. ഇത് അടുത്ത മീൻ. ഇതും അത് തന്നെ. കൈ നമുക്ക് വിരലിട്ടോ കടിക്കുന്നുണ്ട്. ഇല്ല, കടിക്കില്ല. നോക്കിട്ടോ. തമാശല്ലോ, സീരിയസ് ആയിട്ടോ. ഒന്ന് ഇട്ടോ. അല്ല, കാര്യമായിട്ടോ ഇട്ട് നോക്കോ. എവിടെ ഒന്ന് കാണിച്ചു കൊടുത്ത വിരലിട്ടോ, കുഴപ്പമില്ല. ഇട്ടോ, അത് കടിക്കുന്നില്ല. കണ്ടാ, കടിക്കില്ല. അത് ഉണ്ടല്ലോ, ഒരു ടെൻഷനും വേണ്ട. ഇങ്ങനെ ഇതാക്കി കൊടുത്തത് വേണ്ട. പാവണിത്. ദൈവമേ, ഇത് നോൺ വെജ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. വിരലിട്ട് അപ്പ കടിക്കണ മീനായിരുന്നു. വിരലിട്ടിട്ട് ദൈവമേ, എന്ത് കടിക്കാത്തത്? നല്ല മനുഷ്യരല്ല, ഇതൊക്കെ ഫുൾ വെള്ളം കലങ്ങിയത്. എന്തോ ക്യൂടെക്സിന്റെ ഇതാണെന്ന് തോന്നുന്നു. അതുപോലെ ഈ നെറ്റിപ്പട്ട എവിടെന്നാണ്? ആനയുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ആനകൾ ഉണ്ടായിരുന്നു. വലിയൊരു തറവാടായിരുന്നു. പിന്നെ ഇവിടെ അത് മരത്തിന്റെ ആനകൾ. അതാണ് ഗ്രാൻഡ് ഫാദർ. ആളാണ് എറണാകുളത്തേക്ക് നിങ്ങളെ പ്ലാൻ ചെയ്തത്. അതെ അതെ അതെ. അതെന്തുകൊണ്ട് നന്നായി തോന്നില്ലേ? പിന്നെ അതുകൊണ്ടാണല്ലോ നമുക്കിപ്പോ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ വന്ന് എല്ലാവരും അന്നെ കാണാൻ പറ്റി. അതെ, അത് വളരെ നല്ലൊരു സൗഭാഗ്യമാണ്. ചേച്ചി, ഇനി ഈ ചേച്ചിനോട് എനിക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ട്. എന്നാലും ചേച്ചി ചേട്ടൻ എന്താണ് ഏറ്റവും സ്വീറ്റ് ആയിട്ട് വിളിക്കാറുള്ളത്? നവീനെ തന്നെയാണോ വിളിക്കാറുള്ളത്? നവീനാണോ? നവീൻ തന്നെയാണോ? അല്ല, നവീൻ തന്നെ വിളിക്കാറുള്ളൂ. അല്ല, നവീൻ തന്നെ വിളിക്കാറില്ല. പിന്നെ ദേഷ്യം കേറുമ്പോ അവള് ചിലപ്പോ
അങ്ങനെ വിളിക്കാറുള്ളൂ. നല്ല നല്ല തെൻ വാക്കുകളൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ജിമ്മിലൊക്കെ പോയി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ ദേഷ്യപ്പെടുത്താറില്ല ഞാൻ. നമ്മുടെ ആരോഗ്യം കൂടി നമ്മൾ നോക്കണമല്ലോ. ഇപ്പൊ നമ്മള് കഷ്ടപ്പെട്ടതാണല്ലോ കുറെ നാൾ, അത് കളയരുതല്ലോ. അത് ഇടിച്ച് നമ്മളെ ചമ്മന്തിയാക്കും. അതുകൊണ്ട് നമ്മളിപ്പോ വലിയ ഇതിനൊന്നും പോവാറില്ല. പ്രാർത്ഥനയുമായിട്ട് ഭയങ്കരമായിട്ട് ഇണങ്ങി നിൽക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ പ്രേയർ ഇസ് പവർ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഡെയിലി റുട്ടീനിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? പിന്നല്ലാണ്ട് 7 o'clock prayer ആണ് ഇവിടെ. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും ബൈബിള് വായിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന മാത്രം പോകുന്ന ഒരു നല്ല മക്കളാണ്, നന്മയുടെ നിറകുടങ്ങളാണ്. വന്നതേ ഉള്ളൂ അല്ലേ? ഞാൻ നിങ്ങൾ ഇവിടെ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു സാധനം കണ്ടുപിടിച്ചു. ബാ, ഞാൻ തന്നെ കാണിച്ചു തരാം. ബാ, എന്താണത്? നിങ്ങളുടെ വീട്ടിൽ ഞാൻ കണ്ടുപിടിച്ചു. അല്ലല്ല, ബാ. പിന്നെന്താ? റേഷൻ കാർഡാ? അല്ല, ഇങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞ് പറ്റിക്കാൻ നോക്കണ്ട. ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് എന്റെ അമ്മച്ചി, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ റെയർ ബ്രീഡ് ആയിട്ടുള്ള ഒരു പാരറ്റാണ്. ഈ പാരറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട് ഞാൻ ഡാഡിയിലേക്ക് മാറുകയാണ്. ഏതാ ബേർഡ്? ഇതിനകത്ത് വേറൊരു ബ്രീഡ് ഉണ്ടായിരുന്നു. അത് വേറെ കളറായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ കുറച്ച് ഒരു അസുഖം വന്നത് അങ്ങോട്ട് ഇതായി പോയി. റെയിൻബോ ലോറി എന്ന് പറഞ്ഞു. ഡാഡിയായിട്ട് ഭയങ്കര ഇണക്കമുള്ള. കയ്യൊക്കെ ഇടുവാ? പിന്നെന്താ, പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരുവാ? പേടിക്കരുത്. ഞാൻ പേടിച്ചിട്ടേ ഇല്ല. എനിക്ക് വെച്ച് തരുവാ? പിന്നെന്താ, ഈശോയെ കയ്യിലോട്ട് വെച്ചോ. പേടിക്കരുത്. ഇങ്ങോട്ട് വരില്ല. ഇത് നമ്മള് കുഞ്ഞു പിള്ളേരൊക്കെ എടുക്കുന്ന പോലെ. ചെല്ലിത് കൊത്തരുത്. കൊത്തൊന്നുമില്ല, കയ്യിൽ ഇങ്ങനെ പിടിക്കല്ലേ. എന്താ കൈ കാണിക്കേ. എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെടായികയല്ല, ഡാഡിയായിട്ടാണ് കൂടുതൽ ഇണക്കം അല്ലേ? എന്നെ പെട്ടെന്ന് കണ്ടോണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്നെ ആരെയും ഇഷ്ടപ്പെടാൻ. ചിലപ്പോ ഈ കളർ കണ്ടോണ്ടായിരിക്കും. ഒരേ വർഗത്തിനല്ല, ഒരേ കളർ കണ്ടോണ്ടേ. ഇവിടെ ഉണ്ട് ഇണക്കുള്ളൊരു. ഇത് എത്ര നാളായി? എല്ലാം 10 വർഷം. ഇവിടെ വന്ന് സെറ്റിലായിട്ട് 10 വർഷത്തിനുള്ളിലാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. സെറ്റിലായത് 10-25 വർഷം കുട്ടി. ഇങ്ങനെ തടവി കൊടുത്താൽ മതി. ഒന്നും തടവി നോക്കുക അതിനാ, എന്നാലും അതിനിഷ്ടം. ഇന്നാളെ ഒരു നമ്മുടെ കൈ കൊത്തിപ്പറിച്ചാണ് കേട്ടോ. ചുമ്മാ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. പാവണ്, കണ്ടറിയില്ല. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. മിക്കി എന്നാ പേര്. മിക്കി. മറ്റേ ഡൊണാൾഡാ? രണ്ടും മിക്കി അല്ല. എന്റെ ഒരു പപ്പയ്ക്ക് അങ്ങനെയല്ല, രണ്ടും ഒരേ ജീനസ് അല്ലേ? അതിന് രണ്ടും ഒരേ പേര്. അങ്ങനെ വിചാരിക്കാലോ. ചെല്ല്, അതിന്റെ ഉള്ളോട്ട് ചെല്ല്. ഞാൻ തൊടാതെ വേണമെന്നുണ്ടായിട്ടല്ല, കൊത്തൊന്നും പേടിച്ചിട്ടല്ല. പക്ഷെ പതുക്കെ മാറി നിൽക്കാം. പതുക്കെ മാറി നിൽക്കാം. ഇനിയും ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അതെന്താ ചേട്ടാ? ഏത്? ഇത് ഞാൻ ഡെയിലി ഒട്ട പക്ഷിയുടെ മുട്ടയാണ് പുഴുങ്ങി കഴിക്കാറ്. രഹസ്യം എന്ന് പറയുന്നത് ഇത് കണ്ടില്ല, ഒട്ട പക്ഷിയുടെ മുട്ടയാണ്. ഇത് ഒറിജിനൽ ആണോ ശരിക്കും? ഇത് പിന്നെ ആരെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് വരച്ചതാണ്. ഇത് ഡാഡി വരച്ചതാണ്. അതെ. ഒട്ടപക്ഷി എന്ന് അറിയിക്കാനായിട്ട് വരച്ചതാണ്. നിങ്ങളെ പോലെയുള്ള ആൾക്കാർ വന്നു കഴിയുമ്പോൾ അറിയിക്കാൻ മനസ്സിലാവണല്ലേ. ഇത് ശരിക്കും ഒട്ടപക്ഷിയുടെ മുട്ടയാണിത്. ആണല്ലേ? ഒറിജിനൽ. ഇത്ര നേരം അതാ പറഞ്ഞത്. ഈ മസിലിന്റെ രഹസ്യം നമ്മൾ നിലത്തിട്ട് പൊട്ടിക്കല്ലേ. എനിക്ക് വൈകിട്ട് കഴിക്കാനുള്ളതാണ്. ഒറ്റൊരു മുട്ട ഇവിടെ ഇരിക്കട്ടെ. ചേച്ചിയുടെ ജിമ്മിന്റെ വീഡിയോസ് എല്ലാം കണ്ടു. എങ്ങനെ പോകുന്നു ജിമ്മിലെ? ആക്ടിങ് കരിയറിലേക്ക് ഇനിയൊരു കടന്നുകയറ്റം ഇല്ല? ടീച്ചിങ്ങിൽ മാത്രമേ വരുന്നു. പ്രൊഫഷൻ ടീച്ചിങ് ആണ്.
ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിലെ ടീച്ചറാണ്. ഇവര് പഠിക്കുന്ന അപ്പു പഠിക്കുന്നതും സെയിം സ്കൂളിൽ തന്നെയാണ്. അപ്പോ അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിലെ സ്റ്റുഡന്റ് ആണ് അപ്പു അല്ലേ? ചേച്ചി എവിടെ പോയി? ചേച്ചി വീട്ടിലാ? എന്റെ ചേച്ചീനെ കൂട്ടാണ്ട് വന്നേ. വരുവോ? തല്ലു പിടിക്കാറുണ്ടോ ചേച്ചിയായിട്ട്? പിന്നല്ലാണ്ട്, അതല്ലേ ഇവരുടെ ഫേവറേറ്റ്. മുളക്കില്ലാലോ. അതെ. അല്ല, ചേച്ചിയായിട്ട് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് തല്ലു പിടിക്കാറ്? മെയിൻലി ടിവിയുടെ റിമോട്ട്, ഫുഡ്, ടി വി റിമോട്ടാണല്ലേ? അച്ഛൻ്റെ സീരിയൽ കാണുമ്പോഴാണോ മാറ്റാറ്? റിമോട്ടിന്റെ ഒക്കെ കാലം കഴിഞ്ഞു. മൊബൈൽ ഫോൺ എന്റെ സീരിയല് കാണുമ്പോഴാണ് മാറ്റാറുള്ളത്. അതൊന്നുമല്ല അവര് ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഇതല്ലേ, എന്താണ് നെറ്റ്ഫ്ലിക്സില് മറ്റേ സീരീസ് ഇവൻ കാണുന്ന സീരീസ് ആയിരിക്കൂല അവള് കാണുന്നത്. അപ്പൊ അതിന്റെ പേരിൽ കിടന്നുള്ള ബഹളവും കാര്യങ്ങളും. ഇതിനകത്ത് ഏറ്റവും സ്വീറ്റ് ആരാ? രണ്ടുപേരിലും അച്ഛനെ വേണോ അമ്മേനെ വേണോ ഉദ്ദേശിച്ച ആരെ പറയാം? രണ്ടുപേരും അത് പറ്റില്ല, ഞങ്ങൾ ആരെങ്കിലും ഒരാളെ തരും. ഞാനാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയാ അവന് അമ്മയുടെ അടി കിട്ടും. അമ്മയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടി കിട്ടും. അതെ, ഞാൻ അടിക്കൊന്നുമില്ല. അവന് വൈകിട്ട് ഫുൾ കറക്കം. ഡാഡിയാണോ? അച്ഛൻ ചെയ്തേക്കണ കഥാപാത്രങ്ങളെല്ലാം ഭയങ്കര വില്ലന്റെ വേഷമാണ്. എങ്ങനെയാണ്? ശരിക്കും വില്ലനാണോ വീട്ടില്? ഭയങ്കര ദേഷ്യപ്പെടുന്ന ആളാണോ? അല്ല, ഉറപ്പാണോ? അല്ല, കുറച്ച് പിന്നല്ലാണ്ട് ചെറിയ ദേഷ്യമൊക്കെ വേണ്ടേന്നല്ലേ. പക്ഷെ അങ്ങനെ ദേഷ്യപ്പെടേണ്ട ഒരു കാര്യം വരാറില്ല വീട്ടില്, സത്യം പറഞ്ഞാൽ. ഇനിയും ഒരുപാട് കാണാനുണ്ട്. പിന്നെന്താ നമുക്ക് തീർച്ചയായിട്ടും അങ്ങോട്ട് പോവാം. ഇത് ഫാദർ വരച്ചാണ് ഇതൊക്കെ ഫാദർ വരച്ചതാ? ഇത് ഫാദർ വരച്ചാണ്. ആ കലാകാരന്റെ കല കുറച്ചെങ്കിലും ആ കലാകാരന്റെ കല കുറച്ചെങ്കിലും ഉള്ളത് കൊണ്ടാണ് ഞാൻ നിലനിന്ന് ഇപ്പോഴും ഇങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായി പോണത്. കണ്ട, ഇതൊക്കെ ഫാദറിന്റെ ക്രിയേറ്റിവിറ്റി, അത് വരച്ചതൊക്കെ. ഇനി ഇവിടുത്തെ ഏറ്റവും രസകരമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റൂഫ് ഗാർഡൻ ആണ്. അതും കൂടി കണ്ടു കഴിയുമ്പോൾ സന്തോഷവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും കിളികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെ. അതുകൊണ്ട് പറയാനുള്ള ഒരു കാര്യം, അല്ല അഡ്വൈസ് അല്ല, ഞാൻ പറഞ്ഞത് നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക. പാമ്പിന്റെ ഒരു ശല്യം കൂടി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഒന്ന് അങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പോഴേ ചെടിയുണ്ടേ, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്രേ ഉള്ളു. ഇത് അച്ഛൻ ഒറ്റയ്ക്ക് സെറ്റ് ചെയ്താണോ അല്ലെങ്കിൽ നവീൻ ചേട്ടൻ ഒരു കൈ? പിന്നല്ലാണ്ട് എന്റെ ഇരു കൈയും കൂടി സഹായിച്ചിട്ടല്ലേ. സത്യം. പിന്നല്ലാണ്ട് എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ ഈ ഷൂട്ടിങ്ങിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പറ്റിയില്ല. പിന്നെ ഇവിടെ അപ്പു, പിന്നെ അതുപോലെ മമ്മി. അപ്പൊക്കെ ഗാർഡനിങ്ങിൽ സഹായിക്കാറുണ്ട്. പിന്നെ എന്റെ വലിയ കൂട്ടാണ്. പിന്നെ അമ്മയും സഹായിക്കാറുണ്ട്. അമ്മ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ചെടിക്ക് വെള്ളം, കിളികൾക്ക് തീറ്റ, ഇതെല്ലാം അമ്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് മാത്രമാണ് ഷൂട്ടിങ്ങിന്റെ തിരക്കായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നത്. പിന്നല്ലാതെ അച്ഛന് അല്ല, അങ്ങനെയല്ല. ഡാഡിക്ക് പിന്നെ ഇതൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് ഫാദർ വരച്ചാണ് ഇതെല്ലാം. നൈസ് ആയിട്ടുണ്ടല്ലേ? പുള്ളിക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോ പുള്ളി ആള് ഭയങ്കര ക്രിയേറ്റീവ്. ആ ഒരു കലയാണ് ചേട്ടന് കിട്ടിയിട്ടുള്ളത്. ആ കല അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ചേട്ടന് തോന്നിയെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതേണ്ട, ഇത് ഏതാ പൂവ്? ഇതിന്റെ പേര് എന്ന് പറയുന്നത് എന്താ പറഞ്ഞ, വയലറ്റ് ഫ്ലവർ എന്ന് പറയും അല്ലേ ഇതിനാ? ഇതൊക്കെ എന്റെ അടുത്ത് തന്നെ ചോദിക്കണോട്ടാ, ഏതാണ് പൂവ് ഏതാണ് പൂവ്. ഇത് ഡാഡിക്ക് അറിയുള്ളൂ. ഇത് ഏതാ പൂവ്? ശംഖുപുഷ്പം അല്ലേ? വേറെ ടൈപ്പ്. ഇത് ഇട്ട് രാവിലെ വെള്ളം കുടിക്കുന്നത് നല്ലതാന്ന് പറയും. ശംഖുപുഷ്പത്തിന്റെ വെറൈറ്റിയാണ്. ഇതിട്ടിട്ട് ചായ തിളപ്പിക്കണ നല്ലതാ. ഇതിട്ടിട്ട് പിന്നെ ഭയങ്കര നല്ലതാ. എന്താ പറയണ്ട, എനർജിക്ക് ഞാൻ പോണതിന് മുമ്പ് ഞാൻ തരാം, ചായ തിളപ്പിച്ച് തരാം അതിട്ടിട്ട്. പിന്നെ ഇതൊക്കെ ഫാദർ പിന്നല്ലാണ്ട് ഇതൊക്കെ ഫാദർ. ഈ തടാകത്തിന്റെ പിന്നിലെ ഒരു പറയാനുണ്ടോ? തടാകം പോലെ ചെറിയ തടാകം, അത് ചൈൽഡ്ഹുഡ് മുതലേ ഇങ്ങനെ ആയിരുന്നു. അങ്ങനെയായിരുന്നു ചെറുപ്പം മുതല്. ഫാദറും അങ്ങനെയായിരുന്നു അല്ലേ? ഫാദർ അങ്ങനെയായിരുന്നു, സൺ ഇങ്ങനെയായിരുന്നു, പിന്നെ വേറെക്കുട്ടി വേറെക്കുട്ടി ഉണ്ട്. ഓക്കെ, നമുക്ക് അവിടെ നല്ലൊരു സ്പേസ് കാണുന്നുണ്ട്. ഇവിടെ മൊത്തം ഒരു വെള്ളം ഫൗണ്ടേഷൻ കൊണ്ട് ഒരു ഇവിടെ അല്ലേ, ഇവിടെ മൊത്തത്തില് ഇതൊക്കെ ഫാദർ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. എല്ലാം അച്ഛന്റെ ആണ്. അതെ അതെ അതെ. ഇത് ഏത് ഇത് ഏതാണ്? ഇത് ശ്രീകൃഷ്ണനെ കണ്ടറിയില്ലേ? ഇത് ശ്രീകൃഷ്ണനാണത്. ഞാൻ ശ്രീകൃഷ്ണനെ കണ്ടിട്ടില്ല.
ലൈറ്റ് ആ ലൈറ്റ് ഒക്കെ ഉണ്ട്. ഫാദർ ചെയ്തെടുത്തു. നിങ്ങൾ ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വരാറുണ്ടോ? പിന്നല്ലാണ്ട് വൈകിട്ട് ഞങ്ങൾ സ്ഥിരം എവിടെയാ? എല്ലാ ദിവസവും ഞങ്ങൾ വൈകിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് കിടന്നുറങ്ങാറുള്ളത്. വൈബ് ചെയ്യാറുണ്ടോ രാത്രി ഇവിടെ? പിന്നല്ലാണ്ട് ഇവിടെ ചായയാണ് വൈബ് ചെയ്യണത്. അങ്ങനെയല്ല, രണ്ട് സ്മോളൊക്കെ അടിച്ചല്ലേ. ഞാൻ ചേച്ചീനെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്തിട്ട് പറഞ്ഞതാ. എലിന്റെ പ്രശ്നമുണ്ട്. ആ എലിയുണ്ട്, ഇത് കണ്ടില്ലേ, എലിയുടെ ഒരു ചെറിയ പ്രോബ്ലം കാണിക്കുന്നുണ്ട്. ഈ എലിക്കുഞ്ഞാ? ദൈവമേ ചേട്ടാ, അതിനാ അങ്ങനെ തന്നെ ഇടാവോ? എവിടെ ദൈവത്തെ ഓർത്ത് ഇത് കട്ട് ചെയ്ത് കളയണോ? ഈ ഒരു പാമ്പിനാണ് ശരിക്കും പേടിയുണ്ടോ ഇതിനാ? ഇത് കടിക്കൂലേ, ഇത് പ്രശ്നമില്ലാത്ത പാമ്പ. അയ്യേ, ഇത്രയും വലിയ ആങ്കറാണ് ഈ പാമ്പിനെ കണ്ട് പേടിച്ച് ഓടിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പാമ്പ് ഇത് കട്ടേ ചെയ്യരുത്. ഇത് പക്ഷെ ആ എലി ഒറിജിനലാണ് കേട്ടോ. ഈ എലി ഒറിജിനലാണേ. എലി ആദ്യം പാമ്പിന് മാത്രം കണ്ടിരുന്നേ ഞാൻ പേടിക്കൂലായിരുന്നു. എലി ഒറിജിനലാണ്. അതെ, എലി ഒറിജിനലാണ്. ഈ എലിക്കുഞ്ഞിനെ ഒറിജിനൽ എവിടെ നിന്ന് കിട്ടി? നമ്മൾ സെറ്റ് ചെയ്തെല്ലാം. അതെ, ഇനി അടുത്തൊരു സാധനം കൂടി ഇനി വീഴാൻ കിടക്കണ്ട് മേത്തോട്ട്. അത് ഒറിജിനൽ ആയിരിക്കും. ഇനി ഇതൊരു തുടക്കം മാത്രമാണ്, ഇനിയുണ്ട് കാണാൻ. ഇത് തൊടലട്ടെ നിങ്ങൾ. നമുക്ക് താഴ്ന്ന് ഷൂട്ട് ചെയ്യാം. വാ, മുഖമൊക്കെ ചുമന്നല്ല. പാമ്പിന് ഇത്ര പേടിയാ? എനിക്ക് പേടിയുള്ള ഒരു സാധനം പാമ്പാ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാനത് പ്രേക്ഷകരോട് കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്. ഇത് ഈ മുളകെന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ഇതാണ്. പല കളേഴ്സിലുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡ് കുറച്ച് ഇതുള്ളത് ടൈപ്പാ. മറ്റേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലറ്റ് ടൈപ്പ്. ഇത് വലിയ പ്രശ്നമില്ലാത്ത ഇത്. ഭയങ്കര എരിവില്ല. തീർച്ചയായിട്ടും ചേട്ടൻ ഇപ്പൊ നമുക്ക് കഴിച്ചു കാണിക്കും. പിന്നെന്താ, എക്സ്പ്രഷൻ ശരിക്കും എടുത്തോ? എരിവൊന്നുമില്ല. ചുവന്നത് കഴിച്ചു കാണിക്കോ? ഇത് ഞാനോ? എനിക്ക് തന്ന പണിയൊന്നും ഇത് എരിവുള്ളല്ല, സത്യം. കഴിച്ചോക്ക്, കടിച്ചടിച്ചോ? കുഴപ്പമില്ല. ഇല്ല, കടിച്ചെന്നോ? ഇല്ല, എന്തെങ്കിലും ഉണ്ടെന്ന് അറിയോ? കടിച്ചടിച്ചെന്നോ? കണ്ടില്ലേ, എരിവണ്ട. തിന്ന് കടിച്ച് ശരിക്കും കടിക്ക്. എരിവണ്ട? ശരിക്കും ആണോ? എരിവണ്ട? ഇല്ലല്ലോ. ഇതാണ് നല്ല എരിവാണ്. പക്ഷെ അറിയണല്ലോ കേട്ടോ, അത് അന്നയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവുള്ള മുളക് എത്ര കടിച്ചാലും മുഖത്തെ എക്സ്പ്രഷൻ കണ്ണിൽ വെള്ളം വരുന്നില്ലെന്നുള്ളത് നമുക്ക് പ്രത്യേകം കാണാൻ പറ്റും. നല്ല എരിവാണ് ഇതിന്, ഉഗ്രൻ എരിവാണേ. ഈ വെള്ളം എടുത്ത് കുടിക്കല്ലേ, എരിവെന്ന് പറഞ്ഞാൽ ഈ വെള്ളം എടുത്ത് കുടിക്കല്ലേ. പിന്നെ ഈ കാക്ടസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ള കാക്ടസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മുള്ളല്ല, ശരിക്കും ഇതിലൊന്ന് അമർത്തി പിടിച്ചു നോക്കിയേ. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കഷ്ടമാണ് നോക്കണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മുള്ളാണ്. ഇതെന്താണ്, ഇത് ഒരു പ്രശ്നമില്ല. ഇത് കണ്ടില്ല, ഒരു പ്രശ്നമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കി. ഒരു പണി മതി. ഒന്നല്ലേ, ഇപ്പൊ 2-3 തേനെടുത്തു. ഈ എരിവ് മാറാനായിട്ട് നമുക്കൊരു മാമ്പഴം കഴിക്കാം. അത് വേണമെങ്കിൽ ഓക്കെ. ഇപ്പൊ നവീൻ ചേട്ടൻ നമുക്ക് വേണ്ടിട്ട് സാഹസികമായി പറിച്ചു തരുന്ന ആയിക്കോട്ടെ. എന്താ ഇത് ഓക്കെ അല്ലേ? ഇവിടെ ഉണ്ടായ ഒരു സ്പെഷ്യൽ മാങ്ങയാണ് ഇത്. കടിച്ച് കാണിച്ചു കൊടുക്കുക. അമർത്തി കടിക്കണത്. കടിച്ചോ? മനസ്സിലായി. എന്താണ് ഇത്? കല്ല. എന്തൊരു കഷ്ടം. ചേട്ടൻ കടിച്ചു കാണിച്ചു. ഇത് വേണ്ട. ഇത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ഇത് എന്താ പറയുക, ഇതില് മാങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവരെ ഒന്ന് കളിയാക്കാനായിട്ട് കൊണ്ടുവന്ന്. ആരെ കളിയാക്കാൻ? അതറിയില്ലേ? ഇല്ല.
നമ്മൾ പഠിക്കാണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയണ ഇപ്പൊ മറ്റേന് എന്താ 10ാം ക്ലാസ്സിൽ തോറ്റെന്ന് പറഞ്ഞില്ല. അപ്പൊ എന്താ പറഞ്ഞു വന്ന വീട്ടിൽ നിന്ന് മറ്റേ കൊച്ചിനെ കണ്ട് പഠിക്ക് അല്ല ജയിച്ച് ആ കൊച്ചു പഠിക്കണില്ലേ എന്ന് പറഞ്ഞിട്ടില്ല. പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞ പോലെ ഇവർക്കൊരു മോട്ടിവേഷൻ ആണ്. ഇത് ഇട്ടതിന് ശേഷം നോക്കിയേ മാങ്ങ ഉണ്ടായി തുടങ്ങി. മാങ്ങണ്ട, ഇത് ഒറിജിനലാണ്. ഇത് ഒറിജിനലാണേ. അതൊക്കെ ഒറിജിനലാ. ഇതൊക്കെ ഒറിജിനലാണ്. പക്ഷെ പഴുത്തിട്ടില്ല. അത് കഴിക്കാറായില്ല. ഇല്ല ഇതൊക്കെ ഉണ്ടായതാ നോക്കിയേ. ഇത് ഒറിജിനലാണേ. ഇനി ഇതാണെന്ന് പറയരുത്. ഓക്കെ, ആദ്യമായിട്ടാണ്. ഇനി ഇത് കഴിച്ചു. ഇത് ഒറിജിനല്ല, തമാശല്ല. ഇത് പച്ചമാങ്ങയല്ലേ? അതിനെന്താണ്, കഴിച്ചു. ആ എരിവോനെ ഏറ്റവും ബെസ്റ്റ് ആണ്. ഇത് പിന്നെ ഇല്ലെന്ന് ചതിയൊന്നുമല്ല. ഇത് നോക്കിക്കോ, വേണമെന്നുണ്ടെങ്കിൽ ഇത് എന്റെ ചോനയുണ്ടാവുന്ന മുഖത്തൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്ക്. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഇതാണ് കടിച്ചു നോക്ക്. അതിന്റെ ഒരു ചൊനയില്ലാത്ത വാങ്ങ കടിക്ക് കേറട്ടെ. കണ്ടന്റ് കേറട്ടെ. കടിക്ക് നല്ല കടി, അമർത്തി കടി. വെപ്പുവല്ല ഇളകല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചില്ല, വെറുതെ ഇവിടെ വെച്ചിട്ട് ഇവിടെ വേണ്ട എല്ലാരും ഒന്നും വന്ന് ട്രൈ ചെയ്യണ്ട. ആകെ 2-3 മാങ്ങയുള്ളു. അമ്മയ്ക്കെതിരെ ഈ മാവിനെ പറ്റി എന്തോ പറയാനുണ്ട് അല്ലേ? അതെ, അത് എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സ്, സോൾമേറ്റ്സ് എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. അവർ വന്നപ്പോൾ ഇത് ഒറിജിനലാണ് അന്ന് ഈ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചില്ല. അപ്പോൾ അവർ ഈ സിമെൻറ്റ് അത് പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞ് എനിക്കിപ്പോൾ നവീൻ ചേട്ടൻ തന്ന പോലെ അതെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളിതിന് പേരിട്ട്, അത് എൻ്റെ ഒരു ഫ്രണ്ട് ഹോണറിനാണ് ആ പേരിട്ടത് ടോം മാങ്ങ. ഇതെല്ലാം ആ മാങ്ങ തന്നെയാ? നിങ്ങളുടെ തന്നെയാ? ഭാഗം തന്നെയാ? ഇത് ഇവിടെ ഉണ്ടായപ്പോഴാണ് അത് അവിടെ ഉണ്ടായത്. അവർക്കും ഒരു പ്രചോദനം. ഇതെന്ത് പൂവാ? ഇത് അരളിപ്പൂന്ന് പറയും. അരളിപ്പൂവോ ഇതോ? ചേട്ടാ, ഈ ആമ്പൽ കേട്ടിട്ടുണ്ടോ? ആമ്പലിന്റെ വേറൊരു വേർഷൻ. ഇതൊക്കെ ആക്കി എടുക്കാനായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് രാവിലെ തുടങ്ങും. അപ്പൻ രാവിലെ 5 മണിക്ക് എണീക്കും. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഗാർഡനിങ്. പിന്നെ രാവിലെ 5 മണിക്ക് എണീറ്റ് ഇവിടെ ഫുൾ ഗാർഡനിങ്. അന്നക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം ഇവിടെ ഉണ്ട്. എന്താ? അമ്പഴങ്ങയോ? എവിടെ? ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. എനിക്കതെന്താന്ന് പോലും അറിയില്ല ചേട്ടാ. അമ്പഴങ്ങ ഏതാന്ന് പോലും അറിയില്ല. I am from America. ചേട്ടാ, അമ്പഴങ്ങ അച്ചാർ ഞാൻ കഴിച്ചിട്ടുണ്ട്. അമ്പഴങ്ങ അച്ചാർ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അമ്പഴങ്ങ ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഇതാണ് അമ്പഴങ്ങ. അപ്പൊ ഒരു ചെറിയ അമ്പഴങ്ങ പൊട്ടിച്ചു കൊടുത്തേ. നല്ല ടേസ്റ്റ് ഉള്ള. അല്ല, അപ്പു കഴിച്ചു കാണിച്ചാ മതി. ദൈവം, ഇപ്പൊ ഇവിടെ എല്ലാ സംശയം കേട്ടാ. പ്ലാസ്റ്റിക് ഒന്നുമല്ല, കണ്ടില്ലേ? തമാശല്ല. അത് അച്ചാർ മാത്രമേ ഉള്ളൂ. ഒരെണ്ണം പൊട്ടിച്ചു കൊടുക്ക്. പൊട്ടിച്ചോളൂ. വേണ്ട, ആ ചെടി മറിച്ചിടും. വാ, ഒന്ന് തുടച്ച ആ ഡ്രസ്സിൽ തുടച്ച. എന്റെ ഡ്രസ്സിൽ തന്നെ തുടച്ച്. അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായല്ലോ. കടിച്ചു, ഇനി കടിച്ചോ, കുഴപ്പമില്ല. ടേസ്റ്റ് ഇല്ലേ? അച്ചാറിനേക്കാളും നല്ലത് ഇത് പച്ചക്ക് കഴിക്കുന്നത്. പച്ചക്ക് കഴിക്കണല്ലേ? അപ്പൊ ഈ അമ്പഴങ്ങയും മാങ്ങയും കൂടി ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അങ്ങനെയുണ്ടോ? പിന്നെ അല്ലാണ്ട് നാളെ രാവിലെ അടിപൊളിയായിരിക്കും. അല്ല, ഞാൻ രാവിലെ എണീക്കാൻ അടിപൊളിയായിരിക്കും. എനിക്ക് ട്രെയിനിന് അങ്ങ് എത്തേണ്ടതാണ്. അപ്പൊ ട്രെയിനാണെങ്കിൽ ചങ്ങലെങ്കിലും വഹിക്കാണ്. ഈ ലവ് ബേർഡ്സ് ഒക്കെ വെക്കുമ്പോ പാമ്പ് വരില്ലേ? അതാണ് ഇപ്പൊ കണ്ടത്. പാമ്പിലേക്കാണ്. പാമ്പ് വരാറുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇതെന്താ ചെയ്യ? പാമ്പ് വരുമ്പോ ചേട്ടനും ഇവിടെ ഉണ്ടാവില്ലല്ലോ. അച്ഛൻ എങ്ങനെ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാം? പിന്നെ വരാൻ പറയും. അടുത്ത ദിവസം വാന്ന് പറയും. ഇന്നിപ്പോ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോ ആ പാമ്പ് അതുപോലെ തന്നെ തിരിച്ചു പോകും. ആ കുഞ്ഞുങ്ങളെ നോക്കിയേ. ഇവിടെ ആരെങ്കിലും ഗിഫ്റ്റ് തന്ന എന്തെങ്കിലും ഒക്കെ വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എല്ലാം ഞാൻ തന്നെ ഗിഫ്റ്റ് ആയിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പലരും ഇങ്ങനെ ഓരോ ക്ലയൻസിന്റെ അതാണ്. പക്ഷെ അവര് ഇതിനോട് താല്പര്യമുള്ളവര് പിടിച്ച് ഫ്ലവർ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നല്ലാണ്ട് ഇത് നല്ല താല്പര്യമുള്ള കാര്യമല്ലേ? വീട്ടില് ചെടിയും ഇതൊന്നുമില്ല അല്ലേ? ഉണ്ടാ? എന്ത് ചെടിയുള്ളത്? പൂവുള്ള വല്ല ചെടിയുണ്ട്? റോസ് ഉണ്ട്, ശവന്നാരി പൂവുണ്ട്, വാഴ.
അതാണ് ചെടി. അങ്ങനെയല്ല, ഫ്രണ്ടില് വാഴയുണ്ട്, കിഴങ്ങുണ്ട്. ദൈവമേ, ഹോം ടൂർ എനിക്കൊരു പാരയാവും. ഒരിക്കലില്ല, നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും. അതെ അതെ. ബോൺസൈ എന്ന് പറഞ്ഞാൽ അറിയോ എന്താണ്? അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് തിരിഞ്ഞു. ഇല്ല എനിക്കറിയില്ല. പഴക്കമുള്ള പ്ലാന്റ് ആണ്. എത്ര വർഷം? ഇതൊരു 15 കൊല്ലം 16 കൊല്ലം 18 കൊല്ലം അത്രയും പ്ലാന്റ് പഴക്കമുള്ളതാണ്. അപ്പൊ ഇത് അത്രയും കൊല്ലം കഴിഞ്ഞിട്ടാണോ ഇത് ഫ്ലവർ ചെയ്യുള്ളൂ? ഇത് വന്നത്, പക്ഷേ ഫ്ലവർ മാറിപ്പോയി. ഇത് 2 പെറ്റൽസ്, ഇത് 5 ഇത് സിംഗിള്. അത് വരച്ചതാരാ? അത് അപ്പു വരച്ചാണ്. ആയിട്ടുള്ള ഫ്ലവർ വേസ് ഉണ്ട്. അപ്പു വരച്ചാണത്. ആണോ? ആ, അതിന്റെ ഡാഡിയുടെ മുഖം നോക്കി വരച്ചാണ്. വരച്ചതാണ് ഡാഡിയുടെ. ഒരു വർഷം ആണോ അപ്പു? അപ്പു വരച്ചാണ് അല്ലേടാ? ഇതെന്താ സംഭവം? ഇത് കുഞ്ഞിതായതുകൊണ്ടാണോ ഇങ്ങനെ ചെറുതായിരിക്കണേ, അല്ലെങ്കിൽ അവരുടെ ബോഡി ഷേപ്പ് അങ്ങനെയാണ്? വളരെ കുഞ്ഞായിരിക്കും. ഇത് ഇത്ര വരെയുള്ളത്, അതിന്റെ വലിപ്പം അത്ര ഉണ്ടാവുള്ളൂ. ഇത്ര വരെയുള്ളത്. ഇതിന്റെ തീറ്റയും കാര്യങ്ങളും ഇതുപോലെ ലവ് ബേഴ്സിന് കൊടുക്കുന്ന സെയിം. എല്ലാ ബേർഡ്സിനും ഇവിടെ സെയിം ഫുഡ് തന്നെയാണ് അല്ലേ? പിന്നല്ലാതെ. പിന്നെ ഇടക്ക് ചില ബേർഡ്സ് ഇതൊക്കെ കഴിക്കും. അൽഫാമും ഫ്രൈഡ് റൈസും ചിലപ്പോ കുഴിമന്തിയൊക്കെ കഴിക്കും. ഇതൊക്കെ എങ്ങനെയാ ഇത് ചെയ്തത്? ഇത് താഴത്തേക്ക് വേർട്ടിക്കൽ പോലെ ഇത് ചെറിയൊരു കമ്പൗണ്ട് അത് പടർന്നു പന്തലിച്ചതാണോ? ഇതെന്ത് ചെടിയാ? യെല്ലോ കളർ ഫ്ലവേഴ്സും ഉണ്ട് അല്ലേ? ഫ്ലവേഴ്സ്. അതൊരു ടൈം, സീസൺ ടൈം ആകുമ്പോ ഫുള്ള് ഫ്ലവേഴ്സ് ആയിരിക്കും ഇത്. അതിന്റെ സീസൺ എപ്പോഴാ? അതിന്റെ സീസൺ ഇത് വരുന്നത് നല്ല ചൂട് മാർച്ച് മാസത്തില്ലേ, ആ ഇപ്പൊ ഫ്ലവർ ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഫ്ലവർ ചെയ്യും. ഇപ്പൊ സീസൺസ് മാറിയില്ല. ഇതിപ്പോ ചൂടുകാലം വരുമല്ലോ, ചൂടുകാലത്തും സെയിം. ഇപ്പൊ ചൂട് സമയത്താണല്ലോ, ഇപ്പൊ മാർച്ച്, നമ്മുടെ ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് അങ്ങനെ ചൂട് സമയത്ത് കൂടുതൽ ഫ്ലവർ ചെയ്യും. ചൂടുകാലത്ത് ഇവിടെ അതേ ചൂട് അനുഭവപ്പെടാറുണ്ടോ? മീൻസ് ബാക്കി എല്ലാ സ്ഥലത്തും നിൽക്കുന്ന പോലെ ഈ ഒരു ഗ്രീനറി ഉള്ളതുകൊണ്ട്? ചൂട് വരാറില്ല. അയ്യോ, ഭയങ്കര താഴത്ത് ഭയങ്കര തണുപ്പാ. രാത്രിയൊക്കെ ഞങ്ങൾ സ്വെറ്റർ ഇട്ടാണ് നിൽക്കണത്. തമാശല്ല, നല്ല തണുപ്പാ. കാര്യമായിട്ടോ ചോദിച്ചു നോക്കോ. ചൂടില്ല അല്ലേ? ഇത്രയൊരു ഗ്രീനറി ഒക്കെ നനയ്ക്കണുണ്ടല്ലോ ചെടികളൊക്കെ, ആ വെള്ളമൊഴിച്ചൊക്കെ കൊടുക്കുമ്പോൾ അതങ്ങനെ ചൂട് ഒരിക്കലും കോൺക്രീറ്റ് ചൂടാവില്ല. അതൊരു നല്ലൊരു ഇതാണ്. പിന്നെ ഒരു വലിയൊരു ഇതാണ്. മറ്റുള്ള റൂഫ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എടുക്കുമ്പോഴാണ് ചൂട് കൂടുതൽ വരുന്നത്. ഇത് പ്ലെയിൻ ആയിട്ട് ഇടാണ്ട് പ്ലാൻ ചെയ്തല്ല. അങ്ങനെയൊക്കെ കുറെ ചെടികളൊക്കെ ഉണ്ടല്ലോ, നനയ്ക്കുമ്പോൾ ആ വെള്ളം കൂടുതൽ അങ്ങനെ ഉപയോഗിച്ചു. വേറെ ഒന്നും പ്രശ്നങ്ങളുണ്ടായിട്ടില്ല, ചോർച്ച അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നവീൻ ചേട്ടനും വൈഫും ഇവിടെ ഫ്രീക്വന്റ് ആയിട്ട് വരാറുണ്ടോ? പിന്നെന്താ, വൺസ് ഇൻ എ വീക്ക് അല്ല, ഇടക്കിടക്ക് വരും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ മമ്മിയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ആകണം. ഭയങ്കര നല്ലൊരു വീടാണ്, അതിലുപരി ഭയങ്കര സ്നേഹമുള്ള ഒരു ഫാമിലിയാണ്. ഇത് ഇതേപോലെ തന്നെ നിലനിന്ന് പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് ലൈഫ് നെറ്റ് TV. താങ്ക് യു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ഇനി അടുത്ത ഇന്റർവ്യൂവിന് വരുമ്പോൾ നമുക്ക് അടുത്ത എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആയിട്ട് നമുക്ക് സെറ്റാക്കാം. അത് വേണ്ട. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.